ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നെസ്ലെ അവരുടെ കുറച്ച് പ്രോഡക്റ്റുകൾ റീകോൾ ചെയ്തിട്ടുണ്ട്. ഇൻഫന്റ് ഫോർമുലയും ഫോളോ ഓൺ ഫോർമുലയും അടക്കം 11ഓളം പ്രോഡക്റ്റുകളാണ് ഗ്ലോബലി അവർ റീകോൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം വന്നൊരു റിപ്പോർട്ടാണിത്. ഈ ഇൻഫന്റ് ഫോർമുലകളുടെ പ്രൊഡക്റ്റുകളിലെ ഇൻഗ്രീഡിയൻസിൽ ചില വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്നാണ് കുറേയധികം ബാച്ച് നമ്പറുകൾ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ബാസിലസ് സെറിയസ് ബാക്ടീരിയയുടെ ചില വകഭേദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വിഷവസ്തുവായ സെറുലൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയധികം ബാച്ച് നമ്പറുകൾ കമ്പനി തിരിച്ചു വിളിക്കുന്നത്. ഇത് കുട്ടികൾ കഴിച്ചാൽ ഓക്കാനം, ഛർദി എന്നിവ ഉണ്ടാവാൻ കാരണമാകുമെന്നാണ് കമ്പനി പറയുന്നത്. കമ്പനി ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അവർക്ക് വന്നൊരു റോ മെറ്റീരിയലിൽ നിന്നുമാണ് ഈ ഒരു ബാക്ടീരിയ ഉണ്ടാവാൻ കാരണമായി എന്നുള്ളതാണ്. നമ്മൾ ഈ ഇൻഫന്റ് ഫോർമുല പൗഡറുകൾ തയ്യാറാക്കുന്നത് ചൂടുവെള്ളത്തിലോ ചൂടുപാലിലോ ആയിരിക്കും. ആ ചൂടുവെള്ളത്തിനോ ചൂടുപാലിനോ ഈ ബാക്ടീരിയ നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കമ്പനി ഇത്രയധികം ബാച്ച് നമ്പറുകൾ ഗ്ലോബലി തിരിച്ചു വിളിക്കുന്നത്. ബ്രിട്ടനിലെ ഫുഡ് സ്റ്റാൻഡേർഡ് ഏജൻസി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ്, ഏതൊക്കെ ബാച്ച് നമ്പറുകളാണ് എന്നുള്ളത് ഇപ്പോഴും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 6 മാസത്തിന് മുന്നും അതിനുശേഷവും കൊടുക്കുന്ന 11ഓളം പ്രൊഡക്റ്റുകളാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രൊഫൈലിന്റെ ബയോയിലും എന്റെ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ ബാച്ച് നമ്പറുകളാണ്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആ പ്രൊഡക്റ്റോ ആ ബാച്ച് നമ്പറോ ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരെ കളയുക.